മകളെ പാതിമലരെ നീ മനസ്സിലെന്നെ അറിയുന്നോ? മകളെ പാതിമലരെ നീ മനസ്സിലെന്നെ അറിയുന്നോ? കനവും പോയ ദിനവും നിൻ ചിരിയിൽ വീണ്ടും ഉണരുന്നോ? ഈ കൊതുമ്പുക്കളിയോടം കാണാത്ത തീരമണയുന്നോ? മകളെ പാതിമലരെ നീ മനസ്സിലെന്നെ അറിയുന്നോ? കുഞ്ഞു താരമായി ദൂരെ വന്നു നീ മിന്നി നിന്നിരുന്നോ മനെ? അന്നുറങ്ങാത്ത രാത്രി നിന്റെ ഓർമ്മ തൻ നോവറിഞ്ഞു ഞാൻ. തഴുകി വീണ്ടും ഒരു തളിരുപാൽ നിലാളി നുറുങ്ങുപോൽ ഇന്നെ നീ അലസ മൃദുലമഴകേ. ആരിരാരാരിരാരിരോ, ആരിരാരാരിരാരിരോ. മകളെ പാതിമലരെ നീ മനസ്സിലെന്നെ അറിയുന്നോ? ഇന്നിതാ എൻ്റെ കൈക്കുടന്നയിൽ പുതിയ പൂനിലാത്താരകം. ഒരു പളുങ്കു പൊൻചിമിഴിനുള്ളിലെ മൺചിരാതിൻ്റെ നാളമായി കതിരിടുമ്പോഴും കാറ്റിലാടാതെ കാത്തിടും മനം കൺമണി. ഹൃദയമിവിടെ നിറയും ഇനിയുറങ്ങാരിരാരിരോ, ആരിരാരാരിരാരിരോ, ആരിരാരാരിരാരിരോ. അർജുട്ടാ, എന്തോ? നന്നായി പാടി. താങ്ക് യു. ലാസ്റ്റ് അവരുടെ കയ്യടിയിൽ എനിക്ക് തോന്നുന്നു നല്ല പെർഫോമൻസ് ആണെന്ന്. നമുക്ക് ചോദിച്ചു നോക്കാം അല്ലേ? ചോദിക്കാം. ഹരിച്ചേട്ടാ. അർജുൻ എന്തോ? അർജുൻ എന്നെ എപ്പോഴും ഭയങ്കരമായിട്ട് ഇങ്ങനെ അർജുൻ ഇംപ്രസ് ചെയ്യാൻ ഭയങ്കര മിടുക്കനാണ്. അടിപൊളി പെർഫോമൻസ്, ടാലന്റ്. താങ്ക് യു സർ. കിടിലം. എല്ലാ റൗണ്ട്സും ഇങ്ങനെ എന്നെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഇങ്ങനെ ഇംപ്രസ് ചെയ്യാം. ഞാനിങ്ങനെ ഞെട്ടാറുണ്ട് അർജുന്റെ പെർഫോമൻസിൽ. ഇന്നും ഞെട്ടിച്ചു. ഭയങ്കര ഫ്രീ സിംഗിങ് ആണ്. അത് എല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമല്ല. അർജുൻ അത് ഭയങ്കരമായിട്ടുണ്ട്. അർജുൻ്റെ സിംഗിങ്ങിൽ വെച്ചാൽ അർജുൻ്റെ കൺട്രോളിലാണ് ആ പാട്ടിരിക്കുന്നത്. അർജുന്
ഭയങ്കരമായിട്ട് അതിൽ ഒരു പിടുത്തമുണ്ട് പാട്ടില്. താങ്ക് യു സർ. അത് അങ്ങനെ ഒരു ഫ്ലോലെസ് സിംഗിങ് കിട്ടണമെങ്കിൽ കുറേ കാലം എടുക്കും സാധാരണ. പക്ഷെ ഈ ഒരു പ്രായത്തിൽ മോനത് കിട്ടുക, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പാട്ടെടുത്ത് പാടുക, അത് വളരെ ലൈറ്റായിട്ട്, ഇറ്റ്സ് എ ഹെവി സോങ്. ആ ഒരു നിന്റെ ഒരു സിഗ്നേച്ചർ നീ കൊടുത്ത് പാടി, അതെല്ലാ പാട്ടിലും നീ കൊടുക്കാറുണ്ട് അർജുൻ കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ബാക്കി ജഡ്ജസ് പറയും. എനിക്ക് അർജുന്റെ ഇന്നത്തെ പെർഫോമൻസ് വളരെ ഇഷ്ടമായി കേട്ടോ. താങ്ക് യു. സൂപ്പർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. അർജുനെ, എന്തോ അർജുൻ ഒരു അത്ഭുതമാണ് കേട്ടോ. താങ്ക് യു സർ. ടാലന്റ് ഗംഭീരായിരുന്നു, താങ്ക് യു സർ. ഭയങ്കര രസമായിരുന്നു. ഒന്നും വേണ്ട, ആ ഫസ്റ്റ് ആ മകളെ മാത്രം മതി. ഭയങ്കര ഫീലായിരുന്നു അത്. നിങ്ങൾക്കൊക്കെ മക്കളുണ്ടാവും, കാലം കുറെ പിടിക്കും. പക്ഷെ ആ മകളെന്ന് പാടുമ്പോഴുണ്ടല്ലോ, ശരിക്കും ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു അമ്മയുടെ ആ ഒരു ഫീലിംഗ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത്രയ്ക്കും അടിപൊളിയായിട്ടാണ് അർജുൻ പാടിയത്. മകളെ പാതി മലരേ നീ മനസ്സിലെന്നെ അറിയുന്നോ, കനവും പോയ ദിനവും നിൻ ചിരിയിൽ വീണ്ടും ഉണരുന്നോ. പിന്നെ ചില വരികളുടെ ഫ്രേസിങ്ങും ചില വരികൾക്ക് അർജുൻ കൊടുത്ത ഫീലൊക്കെ ഒരു രക്ഷയില്ല. കാത്തിടും മനം കൺമണിയൊക്കെ അടിപൊളിയായിരുന്നു. കതിരിടുമ്പോഴും കാറ്റിലാടാതെ കാത്തിടും മനം കൺമണി, ഹൃദയമിവിടെ നിറയും ഇനിയുറങ്ങാരിരാരിരോ ആരിരാരിരാരിരോ. അതുപോലെ അർജുനെ തന്ന ലിറിക് ഷീറ്റിൽ ഇന്നിതാ എൻ്റെ കൈക്കുടന്നയിൽ പഴയ പൂനില താരകം എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് തെറ്റിപ്പോയി. നീ പാടിയത് പുതിയ പൂനില താരകം. അത് സോറി. അത് സോറി. ഓക്കെ. അപ്പൊ പാട്ട് നീ കേട്ടില്ലേ? കേട്ട് അത് ചിലതിലും പുതിയതും ചില പഴയതും അങ്ങനെ അങ്ങനെയില്ല. ഞങ്ങള് ക്രോസ് ചെക്ക് ചെയ്തു, എല്ലായിടത്തും പഴയതാ. നീ അത് നിന്റെ പ്രായത്തിനനുസരിച്ച് പുതിയതാക്കിയതാണ്. ടാലന്റ് പുറത്തെടുക്കരുത്. നിന്റെ പ്രായത്തിനനുസരിച്ച് അത് പുതിയതാക്കിയതാണോ? പുതിയ പുതിയ നമ്പറായിട്ട് ഇറങ്ങിയിട്ട് ബിച്ചു തിരുമല സാർ എഴുതിയത് നീ അങ്ങ് മാറ്റി. ശരി, എന്തായാലും ഇത് മാർക്കിനെ ഭയങ്കരമായിട്ട് ബാധിക്കും തോന്നില്ല, കാരണം അത്രയും നന്നായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ചേച്ചി. അർജുനെ, എന്തോ നേരത്തെ ഞാനിച്ചിരി കളിയാക്കി ആക്കിയായിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് വന്നിങ്ങനെ പറഞ്ഞില്ലേ, ഇവരുടെ അടുത്ത് ഇച്ചിരി ഒന്ന് പറ, എന്നെ കുറിച്ച് പറയണം എന്നൊക്കെ പറഞ്ഞില്ലേ, അതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല. അത്രയ്ക്കും ടാലന്റ് ഉണ്ട്, അത്രയ്ക്കും നല്ല പെർഫോമറാണ് അർജുൻ. വന്ന് നിന്ന് പാട്ട് മാത്രം പാടിയാൽ മതി. താങ്ക് യു. ആരുടെ ഞാൻ ശുപാർശ ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല. യു ഡിസേർവ് ഇറ്റ്. താങ്ക് യു മാം. ഡെഫിനറ്റ്ലി. ആൻഡ് ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ തന്നെയാണ്, എന്തോ ഒരു സ്പെഷ്യൽ എലമെന്റ് ഉണ്ട്. ഞാൻ നേരത്തെ ഒരു 2 വരി പ്രാക്ടീസ് ചെയ്യുന്ന കേട്ടപ്പോഴത്തന്നെ ഞാൻ ഷാൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, വയസ്സിൽ കവിഞ്ഞൊരു ബേസും എന്തോ ഒരു സംഭവം ഉണ്ട് മോൻ്റെ വോയിസിൽ. അത് ഈ പ്രായത്തിൽ തന്നെ ഇത്രയും ഉണ്ടെങ്കിൽ അത് ഇനിയും പ്രാക്ടീസ് ചെയ്യുമ്പോഴും വോയിസിൻ്റെ ആ കൾച്ചറൊക്കെ ഡെവലപ്പായി വരുമ്പോഴും അത് ഇനിയും ഭംഗിയാവുകയുള്ളൂ. താങ്ക് യു മാം. സോ യു ഡിഡ് റിയലി വെൽ. നല്ല ഫീൽ ഉണ്ടായിരുന്നു, നന്നായിട്ട് പാടി, അത്രേ ഉള്ളൂ. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഒത്തിരി നന്നായിട്ട് പാടി. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, അപ്പൊ അർജുട്ടാ എന്തോ മാർക്ക് ചോദിച്ചാലോ? ചോദിക്കാം. നല്ല കമന്റ്സ് ഒക്കെ കേട്ടിട്ട് നമുക്ക് മാർക്ക് ചോദിക്കാം അല്ലേ? മാർക്ക് ചോദിക്കാം. ഹരിച്ചേട്ടാ, അർജുൻ എന്ത് തോന്നുന്നു, എത്ര മാർക്ക് കിട്ടുന്നു? ഇത്രയും ടാലന്റ് ഒക്കെ ഉള്ള ആളല്ലേ, നീ പറഞ്ഞു. ഗണിച്ചൊന്ന് പറ. നിന്റെ ടാലന്റ് വെച്ച് നീ പറ. 8. ഓ എളിമ. എന്നാ ഞാൻ പറയട്ടെ, പറ. നിനക്ക് ഇത്രയും ടാലന്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാനൊരു 9 തന്നേക്കാം. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക, ഞാൻ എത്ര തരുമായിരിക്കും? 8 ആയിരിക്കും. വീണ്ടും എളിമ. എളിമ. കറക്റ്റ് ആയിട്ട് പറയണം, അത് അവന്റെ ടാലന്റ് ആട്ടോ ഷാനിക്ക. സൈക്കോളജി ഞാനും തരുന്നു 9. താങ്ക് യു സർ. സൂപ്പർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി, നേരത്തെ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോഴത്തേക്കും വേറൊരു റിക്വസ്റ്റുമായിട്ട് അവൻ വന്നേ.
അവന്റെ ഇൻസ്റ്റാ പേജ് ഒന്ന് ഞാൻ ഫോളോ ചെയ്യുമോ എന്ന് പറഞ്ഞ്. ഒരു 5 മിനിറ്റ് ബ്രേക്കിൽ ഇത്രയും കാര്യങ്ങളും എന്താണോ നീ അവിടെ അപ്പൊ എന്താണ് ഇൻസ്റ്റാ പേജ് എന്ന് പറയൂ. അർജുൻ ഒഫീഷ്യൽ. വേറെ ഒരു അർജുനന്മാരും ഒഫീഷ്യൽ ആക്കരുത്. എടാ നമുക്കൊന്നും ഇല്ലല്ലോ ഒഫീഷ്യൽ എന്നൊന്നും പറഞ്ഞ പേജ്. അർജുൻ ഒഫീഷ്യൽ. അർജുൻ ഒഫീഷ്യൽ നീ ഇല്ലല്ലോടാ. ഷടാ നിന്റെ അടുത്ത് ആരെ ഫോളോ ചെയ്യാൻ പറഞ്ഞു? വേണ്ട വേണ്ട വേണ്ട. നോ, ഐ ജസ്റ്റ് വാണ്ടഡ് ടു സേ, ചോദിച്ചത് എനിക്ക് അതിന്റെ 2 കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു. ഒന്ന്, ആ ചോദിക്കാൻ കാണിച്ച ധൈര്യം. താങ്ക് യു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കാണിച്ച ആ ഒരു പെർഫോമൻസ്, അതിനു വേണ്ടി 9 മാർക്കും തരുന്നു. ഫോളോയും ചെയ്തിരിക്കുന്നു. ഓ സൂപ്പർ. ഓക്കെ, അപ്പൊ 27 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. Thank you. കൺഗ്രാറ്റ്സ്. താങ്ക് യു. 27 മാർക്ക് പഠിച്ചെടുത്ത് ചുളുവിനൊരു ഫോളോയും, അതും അഭിചേച്ചിയുടെ. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത റൗണ്ട് അതിനു വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കണേ. അപ്പൊ അത് പൊളിക്കണം നമുക്ക്. പൊളിക്കാം, പൊളി. ഓൾ ദി ബെസ്റ്റ്. ബൈ.